ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഈ കൊച്ചിനെ കൊണ്ടുവിടാൻ അംഗൻവാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഗായ്സ്, ഇന്നലെ എനിക്ക് കിട്ടിയൊരു സമ്മാനമാണിത്. ഞാൻ ഇറച്ചി കണ്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ കട്ടിംഗ് ബോർഡിനകത്ത് ഇറച്ചി കണ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഞാൻ കത്തിയെടുത്തൊരു ഒറ്റ വെട്ട്. ഇറച്ചിക്കിട്ടല്ല ഗൈസ് കൊണ്ടത്, അല്ല കോഴി ഇറച്ചിക്കിട്ടല്ല കൊണ്ടത്, എൻ്റെ കയ്യിൽ ഇറച്ചിക്കിട്ടാണ് കൊണ്ടത്. ഞങ്ങൾ ആശുപത്രിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. 2 സ്റ്റിച്ചുണ്ട് കേട്ടോ. ചെറിയൊരു വെട്ടാണ് ശരിക്കും കൊണ്ടത് കേട്ടോ. അപ്പോൾ ഞാനവിടുത്തെ തൊലി പോയിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ആഴത്തിൽ അങ്ങോട്ട് കയറി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ആയിരുന്നു. ഒരിക്കലും അത് നിൽക്കുകയല്ലെന്ന് കേട്ടോ. ഞാൻ ഓർത്ത് ഭയങ്കരമായിട്ട് ചോര പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ചേട്ടായി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ചേട്ടായി പറഞ്ഞു, എടി നമുക്ക് ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞു ഞങ്ങൾ PMC ആശുപത്രിയിൽ പോയി കേട്ടോ. എനിക്ക് പേടി, സ്റ്റിച്ച് ഇടയ്ക്ക് ആദ്യമായിട്ടാണ് എനിക്ക് ഇടുന്നത്. ഇങ്ങനെ ആശുപത്രിയിൽ പോയി 2 സ്റ്റിച്ചൊക്കെ ഇട്ട് കേട്ടോ. ഞാൻ ടൗലിലൊക്കെ പൊതിഞ്ഞാണ് കൊണ്ടുപോയത്, കാരണം ബ്ലീഡിങ് നിൽക്കാത്തതുകൊണ്ട് കേട്ടോ. അപ്പം എന്നിട്ട് ഞങ്ങൾ തിരിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. ഈ വിരൽ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നതേ ഇതിനകത്ത് പൊടിയൊന്നും അടിക്കാതിരിക്കാനും വെള്ളമൊന്നും ചാടാതിരിക്കാൻ വേണ്ടി കേട്ടോ. കാരണം എപ്പോഴും പാത്രം കഴുകുകയൊക്കെ പണിയൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊന്നും ചാടാതിരിക്കാൻ വേണ്ടി കേട്ടോ ഞാൻ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നത്. ആരും എന്നെ ഒന്നും വിചാരിച്ചേക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ആശുപത്രിയിൽ പോവല്ലേ, ആദ്യമായിട്ടാട്ടോ ഞാൻ കൈയൊക്കെ മുറിഞ്ഞ് ആശുപത്രിയിൽ പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വല്ല വിവരമൊന്നുമില്ല, ഇതിന് അങ്ങനെയൊക്കെ പറ്റി എന്താ ആദ്യം ചെയ്യുന്നതെന്നൊന്നും അറിയത്തൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പം OP ടൈമൊക്കെ കഴിഞ്ഞ സമയത്താണ് ഞങ്ങൾ ചെല്ലുന്നത്. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ തന്നെ നമ്മളെ എന്താ പറയുക, ക്യാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് നമ്മളൊരു മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ കയറി കിടന്നോളാൻ പറഞ്ഞു കേട്ടോ. പിന്നെ അവർ നമ്മുടെ കൈയെല്ലാം നല്ലപോലെ ക്ലീനാക്കി പരിപാടിയൊക്കെ സംഭവങ്ങളൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു കേട്ടോ. ബ്ലീഡിങ് നിൽക്കുന്നില്ലായിരുന്നു. പിന്നെ ഐസ് ക്യൂബൊക്കെ വെച്ച് ബ്ലീഡിങ്ങൊക്കെ നിർത്തിച്ച് കേട്ടോ അവർ സ്റ്റിച്ച് ഇടുന്നത്. അതിനേക്കാളും വലിയ രസം നമുക്കറിയത്തില്ല സ്റ്റിച്ച്. ഞാൻ ഓർക്കണേ കണ്ടു കഴിയുമ്പോൾ തന്നെ ഡോക്ടർ പറയുമായിരിക്കും ഇത്ര സ്റ്റിച്ച് ഉണ്ടെന്ന്. അപ്പോൾ നമുക്കറിയത്തില്ല. തന്നെ ഞാൻ ഫസ്റ്റ് ചോദിച്ചു, സ്റ്റിച്ച് ഇടാൻ വേണ്ടി സാറ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ ഈ സ്റ്റിച്ച് എത്രണ്ണം കാണുമായിരിക്കും എന്ന് ചോദിച്ചു കേട്ടോ. സാറെന്നൊരു ചാടി എന്നോട് ചോദിച്ചു, അറിഞ്ഞിട്ടിപ്പോൾ എന്തിനാന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് ചിരിയാണ് വന്നേ. ആവശ്യമില്ലാതെ വടി കൊടുത്ത് അടി മേടിക്കുന്ന പരിപാടിയും. അപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഒന്നും മിണ്ടാതെ അവിടെ കിടന്നു കേട്ടോ. അപ്പോൾ അന്നേരം അവർ മരപ്പിക്കാൻ വേണ്ടി എൻ്റെ കൈക്കെട്ടൊക്കെ ഭയങ്കരമായിട്ട് കുത്തി കേട്ടോ. അപ്പോൾ കൈക്കെട്ടൊക്കെ കുത്തി കൈയൊക്കെ, എന്നിട്ട് ഞാൻ ഇപ്പം അവരോർത്ത് മരച്ചെന്ന് ഓർത്തിട്ട് അവർ തുന്നിക്കെട്ടാൻ വേണ്ടി സൂചിയെല്ലാം കുത്തി ഇറക്കി വലിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര വേദന കേട്ടോ. എൻ്റെ പൊന്നെ, ഞാൻ ജീവൻ പോകുന്ന കൂട്ട് വേദന കേട്ടോ. അന്നേരത്തേക്കും ഞാൻ പറഞ്ഞു, എൻ്റെ സാറേ ഭയങ്കര വേദനയാണ്, തൊടലെന്ന് പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞു തൊടലെന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കരമായിട്ട് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു മരച്ചില്ല അതെ എന്ന് ചോദിച്ചു. എന്നിട്ട് പിന്നെ എന്തോ സ്പ്രേ ഒക്കെ ചെയ്ത് മരപ്പിച്ചിട്ട് ആട്ടോ തുന്നി കിട്ടിയത് കേട്ടോ. ആദ്യമൊക്കെ ഭയങ്കര വേദനയായിരുന്നു, പിന്നെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പം എന്താ പറയുക, എന്നിട്ട് സാറ് പറഞ്ഞു എന്നോട് 2-3 സ്റ്റിച്ച് ഇടാനുള്ളതുണ്ടായിരുന്നു. ഇത് തൊലിയുടെ പുറത്തായതുകൊണ്ട് ഒരു സ്റ്റിച്ച് പിടിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് 2 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്, കുഴപ്പമില്ല, സംഭവങ്ങൾ റെഡി ആയിക്കോളും, എന്താ പറയുക വെള്ളമൊന്നും നനച്ചേക്കരുത്, അങ്ങനെ കുറച്ച് പറഞ്ഞിട്ടൊക്കെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോരും കേട്ടോ ചെയ്തത്. ഞാൻ നോക്കുമ്പം അവർ ഗ്ലൗസ് മാറുന്നു, തെരുതെരുവുന്നു, പഞ്ഞി എടുക്കുന്നു, തൂക്കുന്നു, പെറുക്കുന്നു. അപ്പം നമുക്കറിയത്തില്ല ഇതിനെല്ലാം അവർ കാശ് മേടിക്കുന്നു കേട്ടോ. 900 സംതിങ് രൂപയായി മരുന്നിനെല്ലാം ചീട്ടിനും എല്ലാം കൂടെ കൂട്ടി 1000-ന് മണ്ടയിലായി കേട്ടോ. അപ്പോൾ അത്രയും ഒരു ചെറിയൊരു മുറിവായിട്ട് ചെന്നാൽ എനിക്ക് അവിടെ 1000-ന് മണ്ടയിലാട്ടോ ഗൈസ്. അപ്പോൾ അതുപോലെ ബ്ലീഡിങ് ആയിരുന്നു കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.